എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ അപ്രൻറ്റിസ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. 4500 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 23 സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാം ഉണ്ട്. എക്സാം വരുന്നത് ജൂലൈ ഫസ്റ്റ് വീക്കിലായിരിക്കും. അപ്ലൈ ചെയ്യാൻ വേണ്ട പ്രായപരിധി 20 മുതൽ 28 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷനാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ട്രെയിനിങ് ഡ്യൂറേഷൻ വരുന്നത് 12 months ആണ്. അപ്ലൈ ചെയ്യാനായി നിങ്ങൾ ആദ്യമേ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ടത് NATSൻ്റെ പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഈ പ്രായപരിധി കൂടാതെ SC/ST കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും PWBD കാൻഡിഡേറ്റ്സിനും പ്രായത്തിൽ ഇളവുണ്ട്. SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും ഇളവുണ്ട്. അതുപോലെ തന്നെ PWBD കാൻഡിഡേറ്റ്സിനും കാറ്റഗറി അനുസരിച്ച് പ്രായത്തിൽ ഇളവുണ്ട്. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാം ഉണ്ട്. കൂടാതെ ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റും ഉണ്ടായിരിക്കും. ഓൺലൈൻ എക്സാമിൻ്റെ സബ്ജക്ട്സ് നോക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിംഗ്, കമ്പ്യൂട്ടർ നോളജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ബേസിക് റീറ്റെയിൽ പ്രൊഡക്ട്സ്, ബേസിക് റീറ്റെയിൽ അസറ്റ് പ്രൊഡക്ട്സ്, ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്ട്സ്, ബേസിക് ഇൻഷുറൻസ് പ്രൊഡക്ട്സ്. ഇത്രയാണ് ടെസ്റ്റ് വരുന്നത്. 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ്. എക്സാം മീഡിയം ഇംഗ്ലീഷ് ആണ്. നെഗറ്റീവ് മാർക്കൊന്നുമില്ല. പിന്നീട് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. കേരളത്തിൽ മലയാളം ആയതുകൊണ്ട് തന്നെ മലയാളം റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കഴിയുമെന്നായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്രന്റീസ്ഷിപ്പിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 12 months ആണ്. ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈഫൻഡ് ഉണ്ട്. പെർ മന്ത് 15,000 രൂപയാണ് സ്റ്റൈഫൻഡ് ലഭിക്കുന്നത്. ട്രെയിനിങ് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 400 രൂപ പ്ലസ് GST ആണ് വരുന്നത്. SC/ST കാൻഡിഡേറ്റ്സിനും EWS കാൻഡിഡേറ്റ്സിനും വുമൺ കാൻഡിഡേറ്റ്സിനും 600 രൂപ പ്ലസ് GST ആണ്. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 800 രൂപയും GST എമൗണ്ടും ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യമേ നാറ്റ്സിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. സൈറ്റ് വരുന്നത് nats.education.gov.in ആണ്. ഈ വെബ്സൈറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. എക്സാമിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ തന്നെ നിങ്ങളെ മെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും കൂടാതെ 1 സെറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട്, പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, മാർക്ക് ഷീറ്റും വേണം, സർട്ടിഫിക്കറ്റ്സും വേണം. ഇയർ വൈസും സെമസ്റ്റർ വൈസും വേണം. SC/ST OBC EWS കാറ്റഗറി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. ഇത്രയും സർട്ടിഫിക്കറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകേണ്ടതാണ്. മറ്റെന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ബാങ്കിൻ്റെ സൈറ്റിലായിരിക്കും വരുന്നത്. സൈറ്റ് www.centralbankofindia.co.in/en ആണ്. വേക്കൻസി നോക്കുകയാണെങ്കിൽ കേരളത്തിലാകെ 116 വേക്കൻസിയാണുള്ളത്. ആകെ മൊത്തം 4500 വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഡിസ്ട്രിക്റ്റ് വൈസ് കൊടുത്തിട്ടുണ്ട്. എറണാകുളം 11, ഇടുക്കി 4, കണ്ണൂർ 5, കാസർഗോഡ് 1, കോട്ടയം 9, കോഴിക്കോട് 4, മലപ്പുറം 3, പാലക്കാട് 5, തൃശ്ശൂർ 10,
വയനാട് 4, ആലപ്പുഴ 8, കൊല്ലം 16, പത്തനംതിട്ട 16, തിരുവനന്തപുരം 20 ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത്. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അപ്രൻറ്റിസായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.